നമസ്കാരം. പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങൾക്ക് ഭാഗ്യം അനുകൂലമാണോ എന്ന് ഈ തൊടുകുറിയിലൂടെ വിശദമായി തന്നെ മനസ്സിലാക്കാം. ഇവിടെ തന്നിരിക്കുന്നത് 2 ചിത്രങ്ങളാണ്. അതിൽ ഒരു ചിത്രം ഭഗവാൻ ശ്രീകൃഷ്ണന്റെ ചിത്രമാണ്. രണ്ടാമത്തെ ചിത്രം ശിവഭഗവാന്റെ ചിത്രമാണ്. ഈ 2 ചിത്രങ്ങളിൽ ഏതെങ്കിലും ഒരു ചിത്രം തിരഞ്ഞെടുക്കുക. നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുന്നതായ ആ കാര്യങ്ങൾ ഭാഗ്യം അനുകൂലമാണോ അല്ലയോ എന്നും വിശദമായി തന്നെ ഈ വീഡിയോയിലൂടെ മനസ്സിലാക്കാം. ഏവരും തന്നെ ഒരു നിമിഷം ഇഷ്ടദേവതയെ പ്രാർത്ഥിച്ചുകൊണ്ട് തന്നെ ചിത്രങ്ങളിൽ ഒരു ചിത്രം തിരഞ്ഞെടുക്കുക. ഏവരും ഒരു ചിത്രം തിരഞ്ഞെടുത്തു എന്നാണ് വിശ്വസിക്കുന്നത്. ഇനി ഫലങ്ങളെ കുറിച്ച് പരാമർശിക്കാം. അതിനു മുന്നോടിയായി ഏവരും ഹരേ കൃഷ്ണ എന്ന് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുവാൻ ശ്രമിക്കുക. ഭാഗ്യം അനുകൂലമാകുന്ന ചില കാര്യങ്ങൾ ജീവിതത്തിലേക്ക് കടന്നു വരുവാനുള്ള സാധ്യത കൂടുതലാണ്. പ്രധാനമായും ആഗ്രഹങ്ങൾ നിങ്ങൾക്ക് അനുകൂലമായി തീരുവാനുള്ള സാധ്യതകളുണ്ട്. ആഗ്രഹ സാഫല്യം ജീവിതത്തിലേക്ക് കടന്നു വരുവാനുള്ള സാധ്യതകൾ വളരെ കൂടുതൽ തന്നെയാകുന്നു. ആഗ്രഹങ്ങൾക്കായി ശ്രമങ്ങൾ നടത്തുകയാണ് എങ്കിൽ ഒരു പരിധിവരെ ഇത്തരം കാര്യങ്ങൾ അനുകൂലമായി തീരുവാനുള്ള സാധ്യതകൾ നിങ്ങൾക്കുണ്ട്. കൂടാതെ ഈ സമയം സ്വന്തമായി ഒരു വീട് അല്ലെങ്കിൽ സ്വന്തമായി പല കാര്യങ്ങളും ആഗ്രഹിക്കുന്നു എങ്കിൽ ചിലതെങ്കിലും നടക്കുവാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ് എന്ന് തന്നെ പരാമർശിക്കാം. സാമ്പത്തിക കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അല്പം അനുകൂലമായി തീരുവാനുള്ള സാഹചര്യവും കാണുന്നുണ്ട്. സാമ്പത്തികപരമായ ചില കാര്യങ്ങളിൽ നിങ്ങൾക്ക് തിരിച്ചടികൾ നേരിടുന്നു എന്നത് വാസ്തവമാണ്. എന്നാൽ സാമ്പത്തിക കാര്യങ്ങൾ ക്രമേണ നിങ്ങൾക്ക് അനുകൂലമായി തീരുവാൻ സാധിക്കും. സാമ്പത്തിക കാര്യങ്ങളിൽ അനുഭവിക്കുന്നതായ ദുഃഖങ്ങൾ, ദുരിതങ്ങൾ, പരിഹാരങ്ങൾ കണ്ടെത്തുവാൻ സാധിച്ചു എന്ന് വരാം. വിവാഹവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അനുകൂലമായി തീരുന്ന സാഹചര്യങ്ങൾ വന്നു ചേരാം. വസ്തു സംബന്ധമായ കാര്യങ്ങൾ നിങ്ങൾക്ക് അനുകൂലമായി തീരുന്ന സാഹചര്യങ്ങൾ കടന്നു വരാം. വസ്തുവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ക്രമേണ നിങ്ങൾക്ക് അനുകൂലമായി ഭവിക്കും. വാഹനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അനുകൂലമായി തീരുവാൻ സാധ്യതയുണ്ട്. വാഹനഭാഗ്യം നിങ്ങളിലേക്ക് കടന്നു വരുവാനുള്ള സാധ്യതകൾ വളരെ കൂടുതൽ തന്നെയാകുന്നു. വാഹനങ്ങൾ സ്വന്തമാക്കുവാൻ സാധിച്ചു എന്ന് വരാം. പ്രതീക്ഷിക്കാതെയുള്ള പല നേട്ടങ്ങളും ജീവിതത്തിലേക്ക് കടന്നു വരുന്നതായ സാഹചര്യവുമുണ്ട്. പ്രതീക്ഷിക്കാതെ തന്നെ നേട്ടങ്ങൾ സ്വന്തമാക്കുവാൻ നിങ്ങൾക്ക് സാധിച്ചു എന്ന് വരാം. പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ആകാം. എന്നാൽ അത്തരം കാര്യങ്ങളിൽ ഭാഗ്യം തുണക്കുകയും നേട്ടങ്ങൾ വർദ്ധിക്കുകയും ചെയ്യും. സന്താനങ്ങളുമായി ബന്ധപ്പെട്ടും ചില കാര്യങ്ങൾ അനുകൂലമായി ഭവിക്കുന്ന സാഹചര്യങ്ങൾ നിങ്ങൾക്ക് ഉണ്ട്. സന്താനങ്ങളുമായി ബന്ധപ്പെട്ട് ചിലതൊക്കെ കാര്യങ്ങൾ നിങ്ങൾക്ക് പ്രധാനമായിട്ടും തൊഴിൽപരമായോ വിദ്യയുമായോ ബന്ധപ്പെട്ടോ വിവാഹവുമായോ ബന്ധപ്പെട്ടോ അനുഭവിക്കുന്നതുമായ ചില ടെൻഷനുകൾ, വിഷമങ്ങളൊക്കെ ഒരു പരിധിവരെ എങ്കിലും കുറഞ്ഞു കൊണ്ടുവരുവാൻ സാധിക്കുന്നതായ സാഹചര്യം തന്നെയാണ് കാണുന്നത്. നിങ്ങൾക്ക് അനുകൂലമായി തീരുന്ന സാഹചര്യങ്ങൾ തന്നെ കടന്നു വരും. നിങ്ങളുടെ കുടുംബ സ്വത്തുക്കളുമായി ബന്ധപ്പെട്ടും അനുകൂലമായ ചില സാഹചര്യങ്ങൾ ജീവിതത്തിലേക്ക് കടന്നു വരുവാനുള്ള സാധ്യതകൾ കൂടുതലാണ്. അമ്മയുമായി ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ പിതാവുമായി ബന്ധപ്പെട്ടോ അനുകൂലമായ ചില കാര്യങ്ങൾ, സഹോദരിയുമായി ബന്ധപ്പെട്ട് പിന്തുണ, സാമ്പത്തികപരമായ പിന്തുണ അല്ലെങ്കിൽ സുഹൃത്തുക്കളുമായി ബന്ധപ്പെട്ട് ചില പിന്തുണകളൊക്കെ ലഭിക്കുവാനുള്ള സാധ്യതകൾ നിങ്ങൾക്ക് കൂടുതൽ തന്നെയാകുന്നു. പ്രതിസന്ധിയിൽ സഹായങ്ങൾ നേടിയെടുക്കുവാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാകുന്നു. പഠന കാര്യത്തിൽ ശ്രദ്ധിക്കണം എങ്കിൽ പോലും ചില പഠന കാര്യത്തിൽ നിങ്ങൾക്ക് അനുകൂലമായി തീരുന്ന ഒരു സാഹചര്യം തന്നെയാണ് കാണുന്നത്. ചില മനക്ലേശങ്ങൾ ജീവിതത്തിൽ നിന്നും ഒഴിയുന്നതായ സാഹചര്യങ്ങൾ കടന്നു വരുവാനുള്ള സാഹചര്യം കാണുന്നുണ്ട്. പലപ്പോഴും പല കാര്യങ്ങളിലും ഇടപെടുകയും അവയുമായി ബന്ധപ്പെട്ട് തർക്കങ്ങൾക്കോ മറ്റ് പ്രശ്നങ്ങൾക്കോ സാധ്യത ഉള്ളതിനാൽ അത് മുൻകൂട്ടി കണ്ട് പല കാര്യങ്ങളിൽ നിന്നും നിങ്ങൾക്ക് ഒഴിഞ്ഞു മാറുവാൻ സാധിക്കും എന്നുണ്ടെങ്കിൽ അത് ചെയ്യുന്നത് നല്ലതായിരിക്കും. വിവാഹവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അനുകൂലമായി തീരാം. കലാമേഖലകളുമായി ബന്ധപ്പെട്ട് കാര്യങ്ങൾ നിങ്ങൾക്ക് അനുകൂലമായി തീരുവാനുള്ള സാധ്യതകളുണ്ട്. അടുത്തത് ഭാര്യ ഭർത്താക്കന്മാരുമായി ബന്ധപ്പെട്ട് ഉണ്ടായിരിക്കുന്ന ചില തർക്കങ്ങൾ പരിഹരിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും. കൂടാതെ ഈ സമയം നിങ്ങൾക്ക് സംസാര കാര്യങ്ങളിൽ പോലും വളരെയധികം മമത്വം പാലിക്കുവാൻ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇത് പ്രധാനപ്പെട്ട കാര്യം തന്നെയാകുന്നു. അനുകൂലമായ ഫലങ്ങൾ ജീവിതത്തിലേക്ക് കടന്നു വരാം. എന്നാൽ ശ്രദ്ധിക്കേണ്ടതായ കാര്യങ്ങൾ ശരിയായി ശ്രദ്ധിക്കുന്നത് മൂലം ഇത്തരം കാര്യങ്ങൾ നിങ്ങൾക്ക് അനുകൂലമായി തീരും എന്ന് തന്നെ മനസ്സിലാക്കുക. ബിസിനസ് പരമായി തുടക്കത്തിൽ ഉണ്ടായിരിക്കുന്നതായ ചില തെറ്റുകൾ, ചില പ്രശ്നങ്ങൾ, ഇവയ്ക്കൊക്കെ പരിഹാരം കണ്ടെത്തുവാൻ കൂടി സാധിക്കുന്നതാണ്. പൊതുവിൽ ഈ സമയം നിങ്ങൾക്ക് അനുകൂലമായി തന്നെ ഭവിക്കാം. പ്രധാനമായിട്ടും ഈ കാര്യങ്ങൾ അനുകൂലമായി തീരുന്ന സാഹചര്യങ്ങൾ കടന്നു വരും. രണ്ടാമത്തെ ചിത്രമായ
ശിവഭഗവാന്റെ ചിത്രം തിരഞ്ഞെടുത്ത ആളുകളാണെങ്കിൽ ഇവർക്ക് ഈശ്വരാധീനം നിങ്ങളിൽ വർദ്ധിക്കുന്നതായ സാഹചര്യം കടന്നു വരുവാനുള്ള ഒരു കാലഘട്ടമാണ് ഇനി വരാൻ പോകുന്നത്. പ്രധാനമായും വീട്, വസ്തു തുടങ്ങിയ കാര്യങ്ങൾ നിങ്ങൾക്ക് അനുകൂലമായി തീരുന്ന സാഹചര്യമാണ് ഉള്ളത്. വിദ്യയിൽ ഉയർച്ച നേടുവാനുള്ള സാഹചര്യങ്ങൾ കടന്നു വരാം. വിദ്യയിൽ നേട്ടങ്ങൾ കൊയ്യുവാനുള്ള സാഹചര്യങ്ങൾ കടന്നു വരാവുന്നതാണ്. തൊഴിൽപരമായ നേട്ടങ്ങൾ, തൊഴിൽപരമായ കാര്യങ്ങൾ അനുകൂലമാവുക തുടങ്ങിയ കാര്യങ്ങൾ സംഭവിക്കുന്നതാണ്. സാമ്പത്തികമായ നഷ്ടങ്ങൾ പലപ്പോഴും ജീവിതത്തിൽ അനുഭവിച്ചിട്ടുള്ളവരാണ് അല്ലെങ്കിൽ അനുഭവിച്ചു പോരുന്നവരാണ് നിങ്ങൾ. അതിൽ നിന്നും മാറ്റങ്ങൾ വന്നു ചേരും. തൊഴിൽപരമായ കാര്യങ്ങൾ ക്രമേണ നിങ്ങൾക്ക് അനുകൂലമാവുകയും സാമ്പത്തികമായ നഷ്ടങ്ങൾ ഒഴിവാക്കുവാൻ സാധിക്കുകയും ചെയ്യും. അത് ബിസിനസ് സംബന്ധമാണ് എങ്കിലും അനുകൂലമായി തീരുവാൻ സാധിക്കും. എവിടെയാണ് നഷ്ടം വരുന്നത് എന്ന് മനസ്സിലാക്കി പ്രവർത്തിക്കുവാനുള്ള അവസരങ്ങൾ കടന്നു വരാം. ബിസിനസ് പരമായ ഉയർച്ച ജീവിതത്തിലേക്ക് കടന്നു വരുന്നതുമായ സാഹചര്യമുണ്ട്. ബിസിനസ് പരമായ കാര്യങ്ങൾ നിങ്ങൾക്ക് അനുകൂലമായി തീരാം. നഷ്ടപ്പെട്ടു എന്ന് വിചാരിച്ചതായ ചില കാര്യങ്ങളോ അല്ലെങ്കിൽ നഷ്ടപ്പെട്ടു പോയതായ ചില കാര്യങ്ങൾക്ക് തുല്യമായതോ അല്ലെങ്കിൽ അതിനു മുകളിൽ നിൽക്കുന്നതോ ആയ ചില കാര്യങ്ങളോ നിങ്ങളെ തേടി എത്താവുന്നതാണ്. വിവാഹവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പലപ്പോഴും തടസ്സങ്ങളുണ്ട് എങ്കിൽ പോലും അത്തരം തടസ്സങ്ങളെ ഒരു പരിധി വരെ തരണം ചെയ്ത് വിവാഹവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അനുകൂലമായി തീരുവാൻ സാധിക്കും എന്ന് തന്നെ പറയാം. കൂടാതെ ഈ സമയം ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ നടക്കുവാനുള്ള അവസരം, ഗ്രഹനില സാഫല്യം, ജീവിതത്തിലേക്ക് കടന്നു വരുവാനുള്ള സാധ്യതകൾ നിങ്ങൾക്ക് വർദ്ധിക്കും. ആഗ്രഹ സാഫല്യം വന്നു ചേരും. വളരെ കാലമായി കാണാൻ ആഗ്രഹിക്കുന്നതുമായ ചില വ്യക്തികൾ അല്ലെങ്കിൽ പരിചയപ്പെടണം എന്ന് വിചാരിക്കുന്നതായ ചില വ്യക്തികളെയാണ് പരിചയപ്പെടുകയോ അല്ലെങ്കിൽ കാണുവാൻ ആഗ്രഹിക്കുന്ന വ്യക്തികളെയോ കണ്ടുമുട്ടുകയോ ചെയ്യാം. തന്മൂലം ജീവിതത്തിൽ അനുകൂലമായ കാര്യങ്ങൾ, സന്തോഷകരമായ കാര്യങ്ങൾ വന്നു ചേരുവാനുള്ള സൗഭാഗ്യം കാണുന്നുണ്ട്. ഭാഗ്യക്കുറി അല്ലെങ്കിൽ സമ്മാനങ്ങൾ ലഭിക്കുവാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ടും നിങ്ങൾക്ക് സമ്മാനങ്ങൾ ലഭിച്ചു എന്ന് വരാം. ഭാഗ്യക്കുറിയുമായി ബന്ധപ്പെട്ട് ധനം കൈകളിലേക്ക് വന്നു ചേർന്നു. അപ്പോൾ ഈ ഒരു അധ്യായം ഇവിടെ അവസാനിപ്പിക്കുന്നു. എന്റെ സന്ധ്യാപ്രാർത്ഥനയിൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുന്നതാണ്. അതിനായിട്ട് നിങ്ങളുടെ നാളും ജന്മനക്ഷത്രവും ഒന്ന് കമന്റായിട്ട് അറിയിക്കുക. അപ്പോൾ എല്ലാവരെയും ജഗദീശ്വരൻ അനുഗ്രഹിക്കട്ടെ. ഓം നമഃ ശിവായ.